നിങ്ങളെക്കുറിച്ച് ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. അറിയായിരുന്നു നിങ്ങൾക്ക് സ്ത്രീകളോട് കുറച്ച് താല്പര്യം കൂടുതലാണെന്ന്. ഒരു പ്രായം മുതൽ അമ്മ കരയുന്നത് കണ്ട് വളർന്നവനാ ഞാൻ. ആദ്യമൊന്നും അതെന്തിനാണെന്നോ അമ്മ എന്തിനാ കരയുന്നതെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാ എനിക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് സ്ത്രീകളോടുള്ള അമിതമായ താല്പര്യം കൊണ്ടാ എൻ്റെ അമ്മ അന്നും ഇന്നും കണ്ണീരൊഴുക്കുന്നതെന്ന്. മകൻ വളരുമ്പോൾ അതെല്ലാം മാറുമെന്ന് എൻ്റെ അമ്മ വിശ്വസിച്ചു. പക്ഷേ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ രക്തത്തിൽ ഇതൊക്കെ അലിഞ്ഞുപോയി. പ്രായത്തെ പോലും ഓർക്കാതെ ഇത്രയും വളർന്നൊരു മകനുണ്ടായിട്ടും ഈ പണിക്ക് ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ദുഷിപ്പാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട, എനിക്കൊരു അച്ഛനെയും വേണ്ട. എന്തായാലും നിങ്ങളോളം വളർന്ന ഒരു മകനുണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക്. ഞാൻ നോക്കിക്കോളാം എൻ്റെ അമ്മയെ. നിങ്ങളുടെ ഒരിറ്റു സ്വത്ത് പോലും ഞങ്ങൾക്ക് വേണ്ട. അഡ്വാൻസ് എൻ്റെ അമ്മയെ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി മേലാൽ സ്വന്തവും ബന്ധവും പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പോകരുത്. അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞതും അയാൾ ഒന്നും മിണ്ടിയില്ല. നിങ്ങൾക്കും ഒരു മകളില്ലേ? സ്വന്തമെന്ന് പറയുന്ന ഒരു ഭാര്യ നിങ്ങൾക്കും ഇല്ലേ? എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇയാളുടെ കൂടെ ചേർന്ന് ആ പാവം മനുഷ്യരെ കൊല്ലാൻ? പിന്നെ നിങ്ങൾ പാറുവിനോട് ചെയ്തതൊക്കെ എനിക്കും അറിയാം. അതും കൂടി ഇതിൻ്റെ കൂടെ ചാർജ് ചെയ്യേണ്ട കേസാ. പിന്നെ അവളെ ഈ കേസിലൊന്നും വലിച്ചഴയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളതങ്ങ് വെറുതെ വിടുന്നത്. നിനക്കുള്ളത് കാശി തന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയുള്ളത് ജയിലിൽ പോയി നീയൊക്കെ അനുഭവിച്ചോളും. അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു. സർ, ഇവരിപ്പോൾ കുറ്റം സമ്മതിച്ചു. നാളെ കോടതിയിൽ ചെന്ന് ഇത് മാറ്റി പറയില്ല എന്ന് എന്താ ഉറപ്പ്? ആദ്യ സംശയത്തോടെ ആ പോലീസുകാരനോട് ചോദിച്ചതും അയാൾ ചിരിച്ചു. നമ്മൾ വെറും മണ്ടന്മാരല്ലല്ലോ ആദി. ഞങ്ങൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഇവന്മാരത് മാറ്റി പറഞ്ഞാലും ഒരു ചുക്കുമില്ല. എടുത്തു കാണിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുണ്ടല്ലോ. അയാൾ ചിരിയോടെ പറഞ്ഞതും ആദ്യ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെ നോക്കി. പറ്റുന്ന കേസുകളൊക്കെ ചാർജ് ചെയ്ത് വിട്ടേര്. ഒരു കാലത്തും പുറത്തിറങ്ങരുത്. ഇനിയുള്ള ആയുസ് ജയിലിൽ കിടന്ന് രണ്ടുപേരും കൂടി അങ്ങ് ആഘോഷിക്കട്ടെ. ഇത്രനാൾ ആളുകളെ പറ്റിച്ച് കുറെ കിടന്ന് അർമാദിച്ച് ജീവിച്ചതല്ലേ. ഇനി കഷ്ടപ്പാട് എന്താണെന്നും കൂടി അറിയട്ടെ. ആദ്യ പുച്ഛത്തോടെ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് പോലീസുകാരനോട് പറഞ്ഞതും അയാൾ ചിരിച്ചു. സ്വന്തം മകന്റെ നാവിൽ നിന്നു തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കാൻ താങ്കൾക്ക് ഉളുപ്പുണ്ടോ സർ? എവിടുന്ന്? ഇങ്ങനെയുള്ളവർക്കൊക്കെ അതിൻ്റെ അക്ഷരം പോലും അറിയില്ല. ആ പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യ പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ സർ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും രക്ഷപ്പെടുത്താനുള്ള ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കേസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ആ രണ്ട് നല്ല മനുഷ്യർക്ക് ആരുമില്ലെന്ന് കരുതി അവർക്കൊരിക്കലും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ആദ്യം അയാളെ നോക്കി പറഞ്ഞതും അയാൾ തലയാട്ടി. അവൻ അവരെ രണ്ടുപേരെയും പുച്ഛത്തോടെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങി. കാശി. അവൻ ഇറങ്ങിയതും പുറത്തിരിക്കുന്ന കാശിയെ കണ്ട് ആദി വിളിച്ചു. എല്ലാം കേട്ടോ ആദി? ആ കാശി ചോദിച്ചതും അവൻ കേട്ടു എന്നുള്ള രീതിയിൽ തലയാട്ടി. എന്താ നിന്റെ തീരുമാനം? കാശി സംശയത്തോടെ ആദിയെ നോക്കി. എനിക്കെന്ത് തീരുമാനമാ കാശി? നിയമം അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ പോട്ടെ. ഞാനായിട്ടൊന്നും ചെയ്യില്ല. അയാൾ ചെയ്തതിനുള്ളത് അയാൾ അനുഭവിക്കുക തന്നെയാ വേണ്ടത്. നീ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോ. നാളെ അവരെ കോടതിയിൽ ഹാജരാക്കുള്ളൂ. അങ്ങോട്ടേക്ക് വന്നാൽ മതി. ആദ്യം അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും കാശി തലയാട്ടി. പാറു അപ്പോഴും തലകുനിച്ച് അവന്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയായിരുന്നു. അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് ആദിക്കും കാശിക്കും മനസ്സിലായി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ കാശി. അമ്മയുടെ അവസ്ഥ നിനക്ക് അറിയാലോ. ഈ സമയം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ വേണം. ആദ്യ കാശിയെ നോക്കി പറഞ്ഞതും അവൻ ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും തലയാട്ടി. പോയിട്ട് വരാം. ആദി പറഞ്ഞുകൊണ്ടിറങ്ങിയതും അവൻ്റെ കയ്യിൽ ആരോ പിടിച്ചിരുന്നു. അവൻ ആരാണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. പാറുവായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാനും കൂടി വരട്ടെ ആദിയേട്ടാ? എനിക്കും കാണണം അമ്മേ. അവൾ പറഞ്ഞതും ആദി കാശിയെ നോക്കി. എന്തിനാ മോളെ ഇപ്പം അങ്ങോട്ട് പോന്നേ? നിന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് കുറെ കൂടി വിഷമാകത്തേ ഉള്ളൂ. കാശി അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അത് സാരമില്ല കാശിയേട്ടാ. എനിക്ക് ആദിയേട്ടൻ്റെ അമ്മയെ കാണണം. എനിക്കറിയാം അമ്മയുടെ മനസ്സിപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. എന്നെ അവിടേക്ക് കൊണ്ടുപോവോ കാശിയേട്ടാ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞതും വേറെ നിവർത്തിയില്ലാതെ അവൾ മൂളി. അവരെല്ലാവരും കൂടി ആദിയുടെ അമ്മയെ കാണാൻ പുറപ്പെട്ടു. അവർ 3 പേരും കൂടി ശിവയുടെ വീട്ടിലേക്ക് എത്തി. ആദ്യ അവരെ അകത്തേക്ക് വിളിച്ചതും പാറുവും കാശിയും കൂടി അകത്തേക്ക് കയറി. അമ്മാവ. ഹാളിലിരിക്കുന്ന അയാളെ നോക്കി ആദി വിളിച്ചു. ആ മോനെ, ഞാൻ നിന്നെ വിളിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. എന്തായി? എന്താ കാര്യം? അയാൾ കുറ്റം സമ്മതിച്ചോ? അയാൾ സംശയത്തോടെ ഓരോന്നും ചോദിച്ചു. ആ അച്ഛാ, കേസ് ഫയൽ ചെയ്യാൻ പോവാ. ആദ്യം അയാളെ നോക്കി പറഞ്ഞു. മോനെ, നമുക്ക് വക്കീലിനെ വല്ലതും? അയാൾ സംശയത്തോട് ചോദിച്ചു. എന്തിനാ അമ്മാവ? കുറ്റം ചെയ്തവര് ശിക്ഷിക്കപ്പെടണം, അതാരാണെങ്കിലും. ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞതും അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം ആദിക്കിപ്പോ അയാൾ തെറ്റ് ചെയ്ത ഒരു പ്രതി മാത്രമാണെന്ന് അയാൾക്ക് തോന്നി. അമ്മാവ, ദേ ഇതാ കാശി. അത് പാറു. കാശി എൻ്റെ ഫ്രണ്ടാ. ഞാൻ പറഞ്ഞില്ലേ അമ്മാവനോട്, പാറുവിൻ്റെ അച്ഛനെയും അമ്മയുമാണ് അയാൾ. ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞു. എന്തിനാണെന്ന് പറഞ്ഞോ മോനെ? അയാൾ സംശയത്തോട് ചോദിച്ചതും ആദ്യ ആ പോലീസുകാരൻ പറഞ്ഞതൊക്കെ അയാളോടും പറഞ്ഞു. അയാൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ.
അവൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നുവെങ്കിലും അയാളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. മക്കളിരിക്ക്. അയാൾ കാശിയും പാറുവിനെയും നോക്കി പറഞ്ഞു. അത് കേട്ടതും പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മോളിങ്ങ് വന്നേ. അയാൾ അവളെ അടുത്തേക്ക് വിളിച്ചതും അവൾ കാശിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ പൊയ്ക്കോളാൻ കണ്ണു കാണിച്ചതും അവൾ അയാളുടെ അടുത്തേക്ക് നടന്നു. അയാൾ അവളെ അയാളുടെ അടുത്തേക്ക് ഇരുത്തി. കരയണ്ട കേട്ടോ. അച്ഛനും അമ്മയും മോളുടെ കൂടെ ഇപ്പോഴും ഉള്ളതുകൊണ്ടാ മോൾക്ക് അവർ കാശിയെ കാണിച്ചു തന്നതും ദേ ആദ്യയെ പരിചയപ്പെടുത്തി തന്നതും. അവരുടെ മകൾ സുരക്ഷിതമായിട്ട് ഇരിക്കണമെന്ന് അവരാഗ്രഹിച്ചതുകൊണ്ടല്ലേ തക്ക സമയത്ത് കാശിയുടെ കൈകളിൽ മോൾ എത്തിയത്. അതുകൊണ്ട് മോള് കരയണ്ട കേട്ടോ. അയാൾ ചെയ്ത തെറ്റിനുള്ള ബലം നിയമവും ദൈവവും കൊടുത്തോളും. മോക്കിപ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ. എന്തുണ്ടേലും അച്ഛനോട് പറഞ്ഞാൽ മതി കേട്ടോ. അയാൾ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്കി. അത് കേട്ട് കാശിയും ആദ്യം പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ആരോ സംസാരിക്കുന്ന സൗണ്ട് കേട്ടതും ശിവ ആരാണെന്ന് നോക്കാൻ ഇറങ്ങി വന്നു. കാശിയും പാറുവിനെ അവിടെ കണ്ടതും ശിവ സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി. പാറുവിന് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അവൾ നോക്കുന്നത് കണ്ടതും ആദ്യം അവളെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ശിവേച്ചി. പാറു അവളെ നോക്കി വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് പാറുവിനെ അടുത്തേക്ക് വിളിച്ചു. ശിവേച്ചി, എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത്. അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞതും ശിവ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വാ. ശിവ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. ശിവ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. ആദ്യം കാശിയും അയാളും കൂടി കേസിന്റെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവിടേക്കിരുന്നു. അമ്മേ. അകത്തെ കട്ടിലിൽ കിടക്കുന്ന ആദിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശിവ വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി. പാറുവിനെ കണ്ടതും അവർ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. കാരണം ആദിയുടെ മുറിയിൽ വെച്ചിരിക്കുന്ന പാറുവിന്റെ ഫോട്ടോ അവർ കണ്ടിട്ടുള്ളതുകൊണ്ട് പാറുവിനെ മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവരെ രണ്ടുപേരെയും കണ്ടതും അവർ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ശിവ അവരെ നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടതും അവർക്ക് അവളോട് എന്തോ വാത്സല്യവും അതിനോടൊപ്പം കുറ്റബോധവും തോന്നി. പാറു അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ആൻറ്റിക്ക് എന്നോട് ദേഷ്യമാണോ? അവൾ അവരെ നോക്കി വിതുമ്പി. ഞാൻ എന്തിനാ മോളോട് ദേഷ്യപ്പെടുന്നേ? ആദ്യം നിന്നെ. അവർ പറഞ്ഞുകൊണ്ട് ശിവയുടെ മുഖത്തേക്ക് നോക്കിയതും ശിവ വേണ്ടാന്ന് കണ്ണു കാണിച്ചു. അപ്പോഴാണ് പാറുവിന് അതൊന്നും അറിയില്ലായിരിക്കുമെന്ന് അവർക്ക് തോന്നിയത്. എന്താ ആൻറ്റി? അവർ പറയാൻ വന്നത് നിർത്തിയത് കൊണ്ട് അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് അല്ല മോളെ. മോളെന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? ഞങ്ങളല്ലേ മോളോട് ക്ഷമ ചോദിക്കേണ്ടത്. അയാൾ ചെയ്ത തെറ്റിന് ഞാനല്ലേ മോളുടെ കാലിൽ പിടിച്ച് ക്ഷമ ചോദിക്കേണ്ടേ? അയാൾ കാരണം അനാഥയായി പോകേണ്ടി വന്നവളല്ലേ നീ? അവർ അവളെ നോക്കി സഹതാപത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു. അതിന് ആൻറ്റിയും ആദിയേട്ടനും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആദിയേട്ടൻ്റെ അച്ഛനല്ലേ എൻ്റെ അച്ഛനെയും അമ്മയും. എന്നിട്ടും ആദിയേട്ടൻ അച്ഛൻ്റെ ഒപ്പം നിൽക്കാതെ എൻ്റെ ഒപ്പം നിന്നില്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പം ഞാനല്ലേ ആൻറ്റിയോടും ആദിയേട്ടനോടും നന്ദി പറയണ്ടേ? ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മോക്ഷം കിട്ടുമോ? നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ അത് വെറും ഒരു ആത്മഹത്യയായിട്ട് മാറില്ലായിരുന്നോ? ആൻറ്റി എന്നോട് ക്ഷമ ചോദിക്കണ്ട. ആൻറ്റി എന്നോട് ക്ഷമ ചോദിച്ചാലും ആദിയേട്ടൻ്റെ അച്ഛന് ശിക്ഷ കിട്ടിയാലും എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും തിരികെ കിട്ടില്ലല്ലോ. അവരെന്നെ വിട്ടുപോയില്ലേ ആൻറ്റി? അവൾ കണ്ണുകൾ നിറച്ച് അവരെ നോക്കി വിതുമ്പി. അവർ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. ആൻറ്റി കരയണ്ട കേട്ടോ. അവൾ അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശിവയുടെ അമ്മയും ആദിയും കാശിയും ശിവയുടെ അച്ഛനും ഒക്കെ അവിടേക്ക് വന്നിരുന്നു. അവരെല്ലാവരും കേസിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ടാണ് ശിവയുടെ അമ്മ കാശിയും അവളെയും വിട്ടത്. ആ സമയം കൊണ്ട് കാശിയുടെ അമ്മയ്ക്ക് പാറുവിനോടുണ്ടായിരുന്ന ചെറിയൊരു നീരസവും മറ്റും മാറി. അവളെ ശിവയെ പോലെ തന്നെ സ്നേഹിക്കാൻ അവരും തുടങ്ങിയിരുന്നു. പാറുവിന്റെ ശിവയുടെയും സ്നേഹത്തിൽ അവർ തന്റെ ഭർത്താവ് ചെയ്ത തെറ്റുകളൊക്കെ മറന്നുപോയി. കാശിയും ആദിയും തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കിയെടുത്തു. ശിവ പാറുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളുടെ മനസ്സ് മുഴുവൻ അവളുടെ കാശിയേട്ടനാണെന്നും ആദി അവൾക്ക് സഹോദരനെ പോലെയാണെന്നുമൊക്കെ ശിവയ്ക്ക് മനസ്സിലായി. ആദിയുടെ അമ്മ പാറുവിനോട് ശിവ അവരെ അമ്മയെന്ന് വിളിക്കുന്നത് പോലെ അമ്മയെന്ന് തന്നെ വിളിച്ചോളാൻ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ അവരെ അങ്ങനെ വിളിച്ചതും അവർ ശിവയും പാറുവിനെയും തന്റെ ഇരു കൈകളിലും ചേർത്ത് പിടിച്ചു. പിന്നീട് അങ്ങോട്ട് ശിവയെയും ആദിയെയും കളിയാക്കുന്ന തിരക്കിലായിരുന്നു കാശിയും പാറും. മുതിർന്നവരും അതിനൊപ്പം കൂടിയപ്പോൾ അയാൾ ചെയ്ത തെറ്റുകളൊക്കെ അവരെല്ലാവരും പാടെ മറന്ന് സന്തോഷിക്കാൻ തുടങ്ങി. ശിവയും ആദിയും പരസ്പരം കളിയാക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. അത് കാണുമ്പോൾ പാറു ശിവയെ ചീന്ന് നീട്ടി വിളിക്കും. ആ പ്രത്യേക ടോൺ കേൾക്കുമ്പോൾ അവർ കണ്ണുകൾ മാറ്റും. ശിവയുടെയും ആദിയുടെയും വിവാഹത്തിന് ഒരാഴ്ച മുൻപേ ഇങ്ങ് എത്തുമെന്നൊക്കെയാണ് പാറു പറഞ്ഞിട്ട് മടങ്ങിയത്. കാശിയേട്ടാ. തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി അവൾ കാശിയെ നോക്കി വിളിച്ചു. കുഞ്ഞാ, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് കാശിയേട്ടന് നന്നായിട്ടറിയാം.
ഞാനത് മറന്നിട്ടില്ല. അവളുടെ വിളി കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ ചെറുപുഞ്ചിരിയോട് അവന്റെ കൈകളിലേക്ക് ചാഞ്ഞു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തു. അനന്തം പുറത്തെവിടെയോ പോയിട്ട് വന്നതും മുഖം വീർപ്പിച്ച് ഹാളിലിരിക്കുന്ന ലച്ചുവിനെയാണ് കണ്ടത്. എന്താ ലച്ചൂസേ, മുഖത്ത് കടന്നൽ കുത്തിയോ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയ ആളാ. എത്ര നേരമായി ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് അനന്തേട്ടന് അറിയോ? കാശിയേട്ടനും പാറുവും പോലും ഇവിടെ ഇല്ല. അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു. അതിനിപ്പോ എന്താ, പുറത്തുനിന്ന് ആരും ഇവിടേക്ക് വരില്ലല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലും നിന്നെ ആരും പിടിച്ചോണ്ട് പോകാനും പോകുന്നില്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. അതെന്താ, എന്നെ പിടിച്ചോണ്ട് പോയാൽ പറ്റില്ലേ? അവൾ മുഖം വീർപ്പിച്ചു വെച്ചു. പിടിച്ചോണ്ട് പോയാൽ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ പിടിച്ചോണ്ട് പോന്നവൻ അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിക്കോളും. വേണമെങ്കിൽ അവൻ എന്നെ ഒന്ന് തൊഴുകയും ചെയ്യും. അത് പറഞ്ഞതും അവൾ അതെന്താ എന്നുള്ള രീതിയിൽ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ സഹിക്കാൻ എനിക്കല്ലേ കഴിയുള്ളൂ മോളെ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നും കൂടി മുഖം വീർപ്പിച്ചു വെച്ച് അവനെ നോക്കാതെ ഇരുന്നു. അവളുടെ വീർപ്പിച്ചു വെച്ച മുഖം കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു. എൻ്റെ ലച്ചു പാവം മിണ്ടാപ്പൂച്ചയല്ലേടി. ഈ പൂച്ചക്കുട്ടിയെ ഞാൻ അതിന് ആർക്കെങ്കിലും കൊടുത്തിട്ട് വേണ്ടേ? അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ ഒന്നുകൂടി ചേർത്തിരുത്തി. അനന്തേട്ടാ, കാശിയേട്ടനും പാറുവും പോയിട്ട് വിളിച്ചായിരുന്നോ? അവരെന്താ ഇത്ര താമസിക്കുന്നേ? അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ വിളിച്ചായിരുന്നു. അയാളുടെ പേര് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാറുവിന് ആദിയുടെ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു. കാശി അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയിരിക്കുക. അനന്തം പറഞ്ഞതും അവൾ തലയാട്ടി. പാവം പാറു അല്ലേ? അവൾ ശരിക്കും വെറും ഒരു പാവം അനന്തേട്ടാ. എനിക്ക് തന്നെ ചിലപ്പോൾ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നും. ചിലപ്പോൾ ഒരു അമ്മയോടോ ചേച്ചിയോടോ ഒക്കെ വാശി കാണിക്കുന്നത് പോലെ അടുക്കളയിൽ വന്നു നിന്ന് എന്നോടും വാശി കാണിക്കാറുണ്ട്. അപ്പോഴൊക്കെ അവൾ എൻ്റെ കുഞ്ഞൊരു അനിയത്തിയായി പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തന്നെ അവളോട് ഇത്രയും വാത്സല്യം തോന്നുന്ന സ്ഥിതിക്ക് കാശിയേട്ടൻ അവളെ കൈവെള്ളയെ കൊണ്ടു നടക്കുന്നതിന് ആർക്കും കാശിയേട്ടനെ തെറ്റു പറയാൻ പറ്റില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കാശിക്ക് അവളെന്ന് വെച്ച ജീവനാ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കാശിക്ക് ചിലപ്പോൾ ഭ്രാന്തായി പോകും. ചിലപ്പോൾ തോന്നും 18 വയസ്സായ ഒരു പെൺകുട്ടിയോട് എന്തിനാ ഇത്ര വാത്സല്യം കാണിക്കുന്നതെന്ന്. ആ പ്രായത്തിലെ പെൺകുട്ടികളാരും വിവാഹം കഴിക്കില്ലേ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇനി അവൾ എത്രയൊക്കെ വളർന്നെന്ന് പറഞ്ഞാലും അവൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്ന് പറഞ്ഞാലും കാശിക്ക് അവളെന്നും കൊച്ചു കുഞ്ഞാണ്. അവൻ്റെ മോളാ അവള്. അത്രമാത്രം പാറുവിൽ അവൻ അഡിക്റ്റായിപ്പോയി. നേരിട്ട് ഒരിക്കൽ പോലും കാണാതെ സ്വപ്നത്തിൽ കൂടി മാത്രം കണ്ട് ഇത്രയേറെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കെന്നും അത്ഭുതമാണ് അവരുടെ പ്രണയം. അനന്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നും അവരങ്ങനെ സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലേ അനന്തേട്ടാ? അവൾ പറഞ്ഞതും അവൻ തലയാട്ടി. അതൊക്കെ ഇരിക്കട്ടെ, അനന്തേട്ടൻ എവിടെ പോയതാ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുത്തു. അവൾ സംശയത്തോടെ ആ പേപ്പറിലേക്കും അവനെയും നോക്കി. അന്തം വിട്ട് നിൽക്കാതെ തുറന്നു നോക്കു പെണ്ണെ, അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളത് തുറന്നു നോക്കി. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. പിന്നെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ ചിരിച്ചു കാണിച്ചു. ഇപ്പൊ സന്തോഷമായോ? അവൻ അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി. പിന്നെ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എന്താടി? അവൻ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി. ഞാൻ കരുതി അന്ന് വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാനതിനാ അത് വെറുതെ പറയുന്നേ? പ്രത്യേകിച്ച് നിന്നെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ നിന്നോട് എപ്പോഴും പറയാറുള്ളതാ. നിന്റെ ആഗ്രഹങ്ങളിൽ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ നിനക്ക് സാധിച്ചു തരുമെന്ന്. അതൊരിക്കലും വെറും വാക്ക് പറയുന്നതല്ല. പിന്നെ എനിക്ക് എടുത്താൽ പൊങ്ങാത്ത ആഗ്രഹം വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും എന്നോട് പറയാതെ എന്താ അഡ്മിഷൻ എടുക്കാൻ പോയേ? അവൾ സംശയത്തോട് ചോദിച്ചു. നിന്നോട് പറഞ്ഞിട്ട് നിന്നെയും കൊണ്ട് പോയിരുന്നെങ്കിൽ എനിക്കെൻ്റെ ലച്ചുവിൻ്റെ ഈ ചിരി സന്തോഷം കാണാൻ കഴിയില്ലായിരുന്നല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. നീ ആഗ്രഹിച്ചതുപോലെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ റെഡിയായിട്ട് നിന്നോണം. ഇവിടുത്തെ 2 ജംഗ്ഷനിൽ അപ്പുറത്താ ഇൻസ്റ്റിറ്റ്യൂട്ട്. രാവിലെ ഞാൻ കൊണ്ടാക്കിക്കോളാം. വൈകിട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് വിളിച്ചോളാം. മറ്റന്നാൾ മുതൽ പാറുവിൻ്റെ സ്കൂട്ടി വന്നാൽ മതി. അവളെന്തായാലും ഒറ്റയ്ക്ക് ആ സ്കൂട്ടിയിൽ കാശി എങ്ങോട്ടും പറഞ്ഞു വിടില്ല. അപ്പോൾ പിന്നെ അവൾ കുറച്ചും കൂടി ഒന്നാവുന്നത് വരെ ആ സ്കൂട്ടി നീ ഉപയോഗിച്ചോ. അത് കഴിയുമ്പോൾ നമുക്കായിട്ട് ഒരെണ്ണം വാങ്ങാം കേട്ടോ. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. ഞാൻ ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം ചെയ്തിട്ടും എനിക്കൊരു കിസ് പോലും തന്നില്ലല്ലോ ലച്ചു. അവൻ പരാതി പോലെ അവളോട് പറഞ്ഞതും അവൾ ചിരിയോടെ അവൻ്റെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. പിന്നെ അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അയ്യേ, ഇതെന്താ ഒരുമാതിരി കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ? എനിക്കെങ്ങും വേണ്ട. അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എവിടെയാ വേണ്ടത്? എനിക്ക് ചൂടായിട്ടതേ ഇവിടെയാ വേണ്ടത്. അവൻ ചിരിയോടെ അവൻ്റെ തന്നെ ചുണ്ടിൽ സ്വയമേ തഴുകിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം താഴ്ന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി, ഇതുവരെ നിന്റെ ഈ നാണത്തിന് ഒരു കുറവും ഇല്ലേ ലച്ചു? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പം എങ്ങനെയാ, ഞാൻ നിൽക്കണോ അതോ പോണോ? അവൻ വീണ്ടും മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു.
അത് കേട്ടതും അവൾ ചിരിയോടെ അവന്റെ മുഖത്തിന്റെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു. അവൻ പതിയെ കണ്ണുകൾ അടച്ചു. അവൾ അവന്റെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് മാറാൻ തുടങ്ങിയതും അവൻ അവളുടെ പിന്തലയിൽ പിടിച്ച് അവന്റെ മുഖത്തിനടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഒരു കൈ അവളുടെ പിന്തലയിലും മറുകൈ അവളുടെ ഇടുപ്പിലും അമർത്തിക്കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു തുടങ്ങി. മേൽചുണ്ടിലേക്ക് ചേക്കയറാതെ അവളുടെ കീഴ്ചുണ്ട് മാത്രം അവൻ നുണഞ്ഞു കൊടുത്തു. അവൾ അവന്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവന്റെ ആ ചുംബനത്തിൽ പതിയെ ലയിച്ചിരുന്നു.